ഇപ്പോഴൊരു വാർത്ത വരുന്നു. അപ്പോൾ നമ്മൾക്കൊരു പക്ഷേ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ മൂവാറ്റുപുഴയിൽ എഡിസൺ എന്നൊരാളെ ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പൊക്കിയെടുത്തത്? അതായത് ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ 6 മാസം അവരവിടെ താമസിച്ചിട്ടാണ് ഈ മൂവാറ്റുപുഴക്കാരനെ പൊക്കിയത്. എഡിസൺ എന്ന പേരുള്ള എല്ലാവർക്കും അപമാനമാണ് ഈ ചെറുപ്പക്കാരെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് വരുന്നത്. ഈ ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ മുഖ്യ പ്രതി ഒരു മലയാളിയാണ്. മലയാളി മാഫിയ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന ഓസ്ട്രേലിയയിൽ ഇരുന്നാണ് എന്ന് വിവരം വരുന്നു. കൊച്ചിയിലെ വാഴക്കാലക്കാരനാണ് ഓസ്ട്രേലിയയിൽ പോയി ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. ലഹരി കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം ഓസ്ട്രേലിയയിൽ വെച്ച് ബീറ്റ് കോയിനാക്കി മാറ്റിയത് ഇയാളാണ്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ കാലത്ത് പുതിയ പുതിയ സങ്കേതങ്ങളും പരീക്ഷിക്കുന്നു ഈ ഓസ്ട്രേലിയയിലെ അഭിനവ മയക്കുമരുന്ന് തലവൻ. റാഫി കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് നടന്ന വലിയ തോതിലുള്ള ഡാർക്ക് വെബ് ലഹരിക്കടത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെറ്റാമലോൺ എന്ന പേര് എഡിസണ് നൽകിയത് വാഴക്കാല സ്വദേശിയായ വിദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്, മലയാളിയാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്നത്. ഈ പ്രധാന പ്രതിയായ എഡിസനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ ലഭിച്ചത്. ഇയാളാണ് കെറ്റാമലോൺ എന്ന പേര് ഈ ഡാർക്ക് വെബിന് നൽകിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓസ്ട്രേലിയയിൽ വെച്ച് ബിറ്റ്കോയിൻ ആക്കി ലഹരി ഇടപാടിലൂടെ ലഭിച്ച പണത്തെ മാറ്റിയതും ഇയാളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പണം ബിറ്റ്കോയിൻ ആക്കി മാറ്റിയാണ് വിദേശത്തുള്ള ലഹരി കാർട്ടലുകളുമായി ഇടപാടുകൾ നടത്തിയത് എന്നുള്ള വിവരമാണ് നിലവിൽ NCBക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളെ വിദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഇതിനോടകം തന്നെ NCB കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായി എഡിസനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങാനും NCB തീരുമാനിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.